കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. യോശുവ 7:10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. യഹോവ യോശുവയോട് അരുളി ചെയ്തത്, എഴുന്നേൽക്ക, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നത് എന്തിന്? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എൻ്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു. അവർ ശപഥാർപ്പിതം എടുത്തിരിക്കുന്നു. അവർ മോഷ്ടിച്ച് മറവ് ചെയ്ത് തങ്ങളുടെ സാമാനങ്ങൾക്കിടയിൽ അത് വെച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ ശാപഗ്രസ്തരായി തീർന്നതുകൊണ്ട് ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിയാതെ ശത്രുക്കൾക്ക് പുറം കാട്ടേണ്ടി വന്നു. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കയില്ല. യഹോവയായ ദൈവം യോശുവയോട് പറഞ്ഞ കാര്യങ്ങളാണ്. ഹായ് പട്ടണത്തിനോട് യുദ്ധം ചെയ്തപ്പോൾ ഇസ്രായേൽ മക്കൾ തോറ്റുപോയി. അപ്പോൾ അവർ ദൈവസന്നിധിയിൽ കിടന്ന് നിലവിളിച്ചപ്പോൾ യോശുവയോട് യഹോവയായ ദൈവം പറയുന്ന കാര്യങ്ങളാണ് നാം ഇപ്പോൾ വായിച്ചത്. നമ്മൾ ദൈവവചനപ്രകാരം ദൈവവചനത്തെ നാം നോക്കുമ്പോൾ ദൈവമക്കളായ നമ്മൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ, അല്ലെങ്കിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആത്മീക അനുഗ്രഹങ്ങൾ, ഭൗതിക അനുഗ്രഹങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ സന്തോഷം, നമ്മുടെ ജീവിതത്തിലെ സമാധാനം, ഇതെന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ നാം നഷ്ടപ്പെടുത്തിയാൽ അതിനെ തിരികെ തരുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ പാപം മൂലം, അല്ലെങ്കിൽ ദൈവത്തെ അനുസരിക്കാത്തത് മൂലം നമ്മളിന്ന് ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയേക്കാം. എന്നാൽ അവയെ തിരികെ തരുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് എന്ന് ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ ഞാനിന്ന് ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. നമുക്ക് ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിൽ 2 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ യഹോവയായ ദൈവം മോശയിൽ കൂടി ഇസ്രായേൽ മക്കളോട് ഇങ്ങനെ പറയുന്നുണ്ട്. അവിടെ കാണുന്നത്, യഹോവയുടെ അടുക്കലേക്ക് തിരിഞ്ഞ് നീയും നിൻ്റെ മക്കളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നത് പോലെ ഒക്കെയും അവൻ്റെ വാക്ക് കേട്ടനുസരിച്ചാൽ നിൻ്റെ ദൈവമായ യഹോവ നിൻ്റെ സ്ഥിതി മാറ്റുകയും നിന്നോട് മനസ്സലിഞ്ഞ് നിങ്കിലേക്ക് തിരികെയും നിൻ്റെ ദൈവമായ യഹോവ നിന്നെ ചിതറിച്ചിരുന്ന സകല ജാതികളിൽ നിന്ന് നിന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും എന്ന്. ഇവിടെ ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, അവരുടെ ജീവിതത്തിൽ പോരായ്മകൾ വന്നു, അനുസരണക്കേട് വന്നു, പാപം വന്നു. അതുമൂലം അവരെ മറ്റുള്ള ദേശങ്ങളിലേക്ക് അവരെ ചിതറിച്ച് കളഞ്ഞു, അവരെ പ്രവാസികളായി പിടിച്ചുകൊണ്ടുപോയി. എന്നാൽ അവർ തിരിഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്നാൽ അവരുടെ സ്ഥിതിയെ മാറ്റുന്ന ഒരു ദൈവത്തെയാണ് ഇവിടെ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ സ്ഥിതികളെ മാറ്റി അവരെ സ്നേഹത്തോടെ കൈക്കൊള്ളുന്ന, അവർക്ക് നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങളെ തിരിച്ചു കൊടുക്കുന്ന, നഷ്ടപ്പെടുത്തിയ അനുഗ്രഹങ്ങളെ തിരിച്ചു കൊടുക്കുന്ന ഒരു ദൈവമാണ് താനെന്ന് ഇസ്രായേൽ മക്കളോട് അവിടെ യഹോവയായ ദൈവം പറയുകയാണ്. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും കർത്താവ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ നാം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അവയെ തിരികെ തരുവാൻ ദൈവം ഇന്ന് നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നുണ്ട്. അതിനോടുള്ള ബന്ധത്തിൽ ഇന്ന് നമ്മുടെ വായിച്ച കുറിവാക്യത്തെ ആസ്പദമാക്കി പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മോശയുടെ കാലശേഷം യഹോവയായ ദൈവം ഇസ്രായേൽ മക്കളെ കനാൻ ദേശത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ യോശുവയെ ദൈവം തിരഞ്ഞെടുത്തു. മോശയുടെ കീഴിൽ ശുശ്രൂഷ ചെയ്ത ആളാണ്, വർഷങ്ങൾ ശുശ്രൂഷ ചെയ്ത ആളാണ് യോശുവ. യോശുവയെ തിരഞ്ഞെടുത്തപ്പോൾ കനാൻ ദേശത്തിലോട്ട് ഇസ്രായേൽ മക്കളെ കൊണ്ടുപോകുവാൻ തുടങ്ങുമ്പോൾ യഹോവയായ ദൈവം മോശയ്ക്ക് ചില വാഗ്ദത്തങ്ങൾ കൊടുക്കുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ
ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് ഇസ്രായേൽ മക്കൾ നിങ്ങൾ കാലിൽ ചവിട്ടുന്ന ദേശമൊക്കെയും ഞാൻ നിങ്ങൾക്ക് നൽകി തരുമെന്ന്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ കഴിയും. വീണ്ടും പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ്റെയും മുമ്പിൽ നീ നിൽക്കേണ്ടതായിട്ട് വരികയില്ല, ഞാൻ നിൻ്റെ കരങ്ങളിൽ പിടിക്കും, ഞാൻ നിന്നെ തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന്. വീണ്ടും കർത്താവ് അവിടെ പറയുന്നുണ്ട്, നീ ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കണം. കാരണം നീ പോകുന്നിടത്തൊക്കെയും ശുഭമായിരിക്കേണ്ടതിന് ന്യായപ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുതേ എന്ന് പറഞ്ഞു. എന്നാൽ യഹോവയുടെ സാന്നിധ്യം നിന്നോട് കൂടെ വരുമെന്ന് തന്നെ കർത്താവ് യോശുവയുടെ അവിടെ പറയുന്നു. അതിൻ പ്രകാരം യോശുവ ഇസ്രായേൽ മക്കളുമായിട്ട് യാത്ര ചെയ്തു. ദൈവം അവർക്ക് യോർദാനിലെ വെള്ളത്തെ മാറ്റിക്കൊടുത്തു. അവർ എരിഹോവിൽ കടന്നു. എരിഹോവ് വലിയൊരു കോട്ട മതിലുകളുള്ള ഒരു പട്ടണമായിരുന്നു. ആ കോട്ട മതിലുകളെ തകർത്ത് അവർ എരിഹോവിൽ കടന്നു. വീണ്ടും അവർക്ക് വേറൊരു പട്ടണം പിടിക്കണമായിരുന്നു. ഹായ് പട്ടണം അവരുടെ മുമ്പിൽ കിടപ്പുണ്ടായിരുന്നു. ഒരു ചെറിയ പട്ടണം, എരിഹോ പട്ടണം കോട്ടകളുള്ള ഒരു കെട്ടുറപ്പാക്കിയ വലിയൊരു പട്ടണമായിരുന്നു. അതിനെ നിഷ്പ്രയാസം തകർത്ത് അവർ ആ പട്ടണത്തിൽ കടന്നു. ആ പട്ടണത്തെ മുഴുവൻ ഉന്മൂലനാശം ചെയ്തു. ദൈവം ആ പട്ടണത്തെ ഇസ്രായേൽ മക്കളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു. അതിനുശേഷം ഒരു ചെറിയ പട്ടണമായ ഹായ് പട്ടണം അവർക്ക് പിടിച്ചടക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ ഹായ് പട്ടണക്കാരുടെ മുമ്പിൽ അവർ തോറ്റോടി. അവിടെ അവർക്ക് വലിയൊരു പരാജയം അവിടെ സംഭവിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ വിജയത്തിൻ്റെ വലിയ ഉച്ചകോടിയിൽ നിന്ന് ഒരു പരാജയത്തിലേക്ക് കടന്നു വന്ന് തോറ്റ് നിലവിളിക്കുന്ന ഒരു കൂട്ടരെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. യോശുവയെ സംബന്ധിച്ചിടത്തോളം യോശുവ നല്ലൊരു ലീഡറാണ്, നല്ല ഗിഫ്റ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ലൊരു കമാൻഡറാണ്. എന്നാൽ യോശുവയുടെ കണക്കൂട്ടലുകളെല്ലാം തെറ്റി. യോശുവയും ഇസ്രായേൽ മക്കളും ഇവിടെ തോൽക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ എന്താണ് ഈ തോൽക്കുവാനുള്ള കാരണം? നമ്മൾ ആ കാരണത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ, തോൽവികൾ സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് നഷ്ടപ്പെടുമ്പോൾ, ദൈവം നമുക്ക് തന്നിട്ടുള്ള താലന്തുകൾ അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ, ഭൗതിക ആത്മീക അനുഗ്രഹങ്ങൾ, കൃപാവരങ്ങൾ, നമ്മളിലെ സന്തോഷം, സമാധാനം, പ്രത്യാശ, ഇതെല്ലാം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ ആ നഷ്ടപ്പെട്ടതിൻ്റെ കാരണം എന്തെന്ന് നാം ആരാഞ്ഞറിഞ്ഞ് മനസ്സിലാക്കിയാൽ, പ്രിയപ്പെട്ടവരെ, വിജയത്തിലേക്കുള്ള വഴി കർത്താവ് നമുക്ക് തുറന്നു വരും. എന്താണ് കർത്താവ് ഇത് എൻ്റെ സ്നേഹം, എന്നോടുള്ള മറ്റുള്ളവരുടെ സ്നേഹം, എന്തുകൊണ്ട് അവർക്കിപ്പോൾ എന്നോട് പഴയതുപോലെ സ്നേഹമില്ല? എന്തുകൊണ്ടാണ് കർത്താവ് എനിക്ക് സമാധാനമില്ലാത്തത്? എന്തുകൊണ്ടാണ് കർത്താവ് ഞാൻ പല കാര്യങ്ങളിലും തോറ്റു പോകുന്നത്? എന്തുകൊണ്ടാണ് മറ്റുള്ളവർ എൻ്റെ കൂടെ നിൽക്കാത്തത്? പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ, എനിക്ക് പലതും നഷ്ടപ്പെട്ടു പോകുന്നുണ്ടല്ലോ. എന്താണ് എൻ്റെ ജീവിതം ഒരു വിജയത്തിലേക്ക് പോകാത്തത്? എന്താണ് എൻ്റെ ജീവിതത്തിലൊരു മുന്നേറ്റം കാണാത്തത് എന്നുള്ള ചിന്തകൾ നമ്മളെ ഭരിക്കുന്നുണ്ടെങ്കിൽ, കർത്താവ് ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും കുറവുകൾ എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ, ആ കുറവുകൾ പരിശുദ്ധാത്മാവാൻ ദൈവം നമുക്ക് മനസ്സിലാക്കി തരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവയെ നാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയതിനെയും നഷ്ടപ്പെടുത്തിയതിനെയും തിരികെ തരുവാൻ നമ്മുടെ കർത്താവ് സ്നേഹവാനായ കർത്താവാണ്, സ്നേഹവാനായ ദൈവമാണ്. നമ്മളെ കരുതുകയും സ്നേഹിക്കുകയും നമ്മൾ സകലത്തിലും നമ്മുടെ ശുഭവും സുഖകരവുമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. ഈ ഇസ്രായേൽ മക്കൾ ഹായ് പട്ടണക്കാരുടെ മുമ്പിൽ തോറ്റതിൻ്റെ കാരണം എന്താണ്? അവർ തോറ്റു പോയതിൻ്റെ കാരണമെന്ന് നമുക്കൊന്ന് നോക്കാം. അവർ എരിഹോ പട്ടണക്കാരുടെ മുമ്പിൽ അവർ നിഷ്പ്രയാസം അവർ ജയിച്ചു. എന്നാൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ സെൽഫ് കോൺഫിഡൻസ്, അവിടെ ജയിച്ചതുകൊണ്ട് ഇവിടെയും അവർ ജയിക്കുമെന്നുള്ള ഒരു നിശ്ചയം അവരുടെ ഉള്ളത്തിൽ വന്നു. തങ്ങളുടെ ശക്തി കൊണ്ടാണ് അവർ ജയിച്ചതെന്നുള്ളൊരു ചിന്ത അവരിൽ വന്നു.
അങ്ങനെ വന്നപ്പോൾ അവർ താനെ മറ്റേ പട്ടണം അവർ പിടിച്ചെടുക്കുവാൻ പോയി. എന്നാൽ യഹോവയായ ദൈവം അവരോട് കൂടെ ഇരുന്ന് ദൈവം പറഞ്ഞു കൊടുത്തതിന് പ്രകാരം തന്നെ അവർ യുദ്ധം ചെയ്തു. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കാണിക്കുന്ന യഹോവയുടെ പെട്ടകത്തിൻ്റെ പിറകെ ഇവർ പുരോഹിതന്മാരുടെ പുറകെ പോയപ്പോഴാണ് അവർ വിശ്വാസത്തോടു കൂടി ചുറ്റും നടന്നു. യഹോവയുടെ സാന്നിധ്യം അവർക്ക് മുന്നേ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു എരിഹോ പട്ടണം അവരുടെ വിരൽ തുമ്പ് പോലും തൊടാതെ വണ്ണം ആ എരിഹോ പട്ടണം തകർന്ന് വീണത്. ദൈവത്തിൻ്റെ സാന്നിധ്യം അവരോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവം പറഞ്ഞു കൊടുത്ത സ്ട്രാറ്റജി അനുസരിച്ചായിരുന്നു അവർ അങ്ങനെയൊക്കെ അവിടെ എരിഹോ മതിലിന് ചുറ്റും 7 ദിവസം അവർ കറങ്ങിയത്. അതെല്ലാം ദൈവം പറഞ്ഞു കൊടുത്ത അതനുസരിച്ച് അവർ മുന്നോട്ട് പോയപ്പോൾ അവർക്ക് അവിടെ ഒരു വലിയ വിജയം വന്നു. എന്നാൽ അത് കർത്താവ് യഹോവയാണ്, ഞങ്ങളുടെ ശക്തിയല്ല, യഹോവയുടെ അരുളപ്പാടാണ്, അല്ലെങ്കിൽ യഹോവയുടെ സാന്നിധ്യമാണ് ഞങ്ങളെ നടത്തിയെന്നുള്ള ചിന്ത അവർ മറന്നുപോയി. യോശുവ ഉൾപ്പെടെ മറന്നുപോയി. അതുകൊണ്ട് അവരുടെ ശക്തിയിൽ അവർ ആശ്രയിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവർക്ക് വലിയൊരു തോൽവി അവിടെ സംഭവിച്ചു. ദൈവത്തിന് അവർ സ്ഥാനം കൊടുത്തില്ല. ഇതുവരെയും ദൈവത്തിന് സ്ഥാനം കൊടുത്ത് മുന്നോട്ട് വന്നവർ അവർക്കൊരു വിജയം പെട്ടെന്ന് അവർ പ്രതീക്ഷിക്കാത്ത തരത്തിലുണ്ടായപ്പോൾ അവരുടെ ബലവും ശക്തിയും കൊണ്ടാണെന്ന് അവർ ചിന്തിച്ചു പോയി. പ്രിയപ്പെട്ടവരെ, നാം ബലത്തോടെ നിൽക്കുന്നതും നാം ധൈര്യത്തോടെ നിൽക്കുന്നതും നാം ജീവനോടെ നിൽക്കുന്നതും എല്ലാം ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ കൃപയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിജയങ്ങൾ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങൾ എല്ലാം ദൈവത്തിൽ നിന്ന് നാം ആണെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. പ്രോവേർബ്സ് 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത് സ്വന്തം വിവേകത്തിൽ അവിടെ പറയുന്നത് പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിപ്പിൻ, സ്വന്തം വിവേകത്തിൽ ഊന്നരുത് എന്ന്. അപ്പോൾ ദൈവമാണ് ഞങ്ങൾക്ക് വിജയം തന്നതെന്നുള്ള ആ സത്യം അവരങ്ങ് മറന്നുപോയി. നമ്മൾ പൗലോസ് അപ്പോസ്തലനെ പറ്റി ചിന്തിക്കുമ്പോൾ വലിയ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെക്കാട്ടിൽ അധികം അധ്വാനിച്ചു, എന്നാൽ ഞാനല്ല അത് അധ്വാനിച്ചത്, എന്നിലുള്ള ദൈവത്തിൻ്റെ കൃപയാണെന്ന് പറഞ്ഞ് തന്നെ അവിടെ താഴ്ത്തി വീണ്ടും ദൈവകരങ്ങളിൽ തന്നെ സമർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഈ പൗലോസ് തന്നെ തൻ്റെ മിഷണറി ജേർണീസ് എല്ലാം കഴിഞ്ഞിട്ട് അന്ത്യോക്യയിൽ റിപ്പോർട്ട് കൊടുക്കാൻ പോകുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന നല്ലൊരു വാക്കുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ കാണുവാൻ കഴിയും. അവിടെ പൗലോസ് പറയുന്നത്, പൗലോസ് എന്തിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് കൊടുക്കാനാണ് പോകുന്നത്? അവിടെ എഴുതിയിരിക്കുന്നത് ദൈവം തങ്ങളിൽ കൂടി, അവിടെ എഴുതിയിരിക്കുന്നത് സഭയെ ഒരുമിച്ച് കൂട്ടി ദൈവം ഞങ്ങളോട് കൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും ജാതികൾക്ക് വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്തതും അറിയിച്ചുവെന്ന് പൗലോസ് പറഞ്ഞു. ദൈവം ഞങ്ങളോട് കൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും. അപ്പോൾ പൗലോസ് അവിടെ പറയുകയാണ്, പല അത്ഭുതങ്ങളും പ്രവൃത്തികളും ഒക്കെ അവിടെ നടന്നു. അതൊന്നും ഞാനല്ല, അല്ലെങ്കിൽ ഞങ്ങളല്ല, ദൈവമാണ് ഞങ്ങളോട് കൂടി ഇരുന്ന് ചെയ്തതെന്ന് പൗലോസ് അവിടെ പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളങ്ങനെ മനസ്സിലാക്കുന്നുണ്ടോ? അങ്ങനെയാണോ നമ്മൾ മറ്റുള്ളവർ നമ്മളിൽ കൂടി ദൈവം എന്തെങ്കിലും നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നാം എങ്ങനെയാണ് പറയാറുള്ളത്? നമുക്കത് കേൾക്കാൻ കഴിയില്ല. ഞാനങ്ങനെ പറഞ്ഞു, ഞാനാണത് ആദ്യം പറഞ്ഞ്, ഞാനാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞതാണ്, ഞാനാണ് അവർക്ക് അങ്ങനത്തെ ഒരു നല്ല അഡ്വൈസ് കൊടുത്തത് ഞാനാണ്. പക്ഷെ പൗലോസ് അങ്ങനൊന്നും അല്ല പറയുന്നത്. നമുക്കിതൊരു മാതൃകയാണ്. പൗലോസ് പറഞ്ഞ കർത്താവാണ് എനിക്ക് ആലോചന തന്നത്, കർത്താവാണ് എനിക്ക് വാതിൽ തുറന്നു തന്നത്, കർത്താവാണ് എന്നോട് കൂടെ ഇരുന്ന് അത്ഭുത പ്രവർത്തികൾ ചെയ്ത കർത്താവാണ് എന്ന് പൗലോസ് പറയുന്നു. ഇവിടെ യോശുവയുടെ കണക്കൂട്ടുകളെല്ലാം തെറ്റി അവിടെ യോശുവയ്ക്ക് അവിടെ പരാജയം വന്നു. ഒന്നാമത് അവിടെ സെൽഫ് കോൺഫിഡൻസ് അവരെ പരാജയത്തിലേക്ക് കൊണ്ടുവന്നു. രണ്ടാമത് നമ്മൾ നോക്കുമ്പോൾ അവർക്ക് വലിയൊരു വിജയം കഴിഞ്ഞിട്ട് ദൈവസന്നിധിയിൽ അടുത്ത യുദ്ധത്തിന് വേണ്ടിയുള്ള ആലോചനയ്ക്ക് വേണ്ടി അവർ പോയില്ല. അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നന്ദി കരയേറ്റുവാൻ, കർത്താവെ ഞങ്ങൾ ഒന്നും ചെയ്തില്ല, നീ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിച്ചപ്പോൾ ദൈവമേ ഇത്ര വലിയൊരു പട്ടണത്തെ ഞങ്ങളുടെ മുമ്പിൽ നീ വീഴ്ത്തിയല്ലോ, കർത്താവെ യഹോവയായ ദൈവമേ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് യോശുവ ഉൾപ്പെടെ ആരും ദൈവസന്നിധിയിൽ കടന്നു ചെന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദി കരയേറ്റുവാൻ യോശുവ തയ്യാറായില്ല, അല്ലെങ്കിൽ ഒരാലോചനയ്ക്ക് വേണ്ടി യോശുവ ചെന്നില്ല. എന്നാലും എരിഹോ പട്ടണം പിടിക്കുന്ന
ചെയ്യുന്നതിന് മുമ്പായി നമ്മൾക്ക് യോശുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ ഭാഗത്ത് കാണുവാൻ കഴിയും. അവിടെ യോശുവ യഹോവയുടെ ദൂതനോട് ചോദിക്കുന്ന, അങ്ങയുടെ എന്നോടുള്ള കൽപ്പന എന്താ? ഇനി അടുത്ത് ഞങ്ങൾ യെരിഹോ പട്ടണം പിടിക്കുവാൻ പോവുകയാണ്, അത് ഞങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങളോട് വല്ലതും പറയാനുണ്ടോ? ഞങ്ങളോടുള്ള അങ്ങയുടെ കൽപ്പന എന്താണ് എന്ന് വളരെ താഴ്മയോടുകൂടി യോശുവ അവിടെ ചോദിക്കുന്നു. അപ്പോൾ 6-ാം അധ്യായം നോക്കുമ്പോൾ എങ്ങനെയാണ് യെരിഹോ പിടിച്ചടക്കേണ്ടതെന്ന് അവർക്ക് യഹോവയായ ദൈവം അവിടെ പറഞ്ഞു കൊടുക്കുന്നു. എങ്ങനെ അത് പിടിച്ചടക്കണമെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ ഇപ്പോൾ ആ ഒരു വിജയം കണ്ടപ്പോൾ ആ ദൈവത്തിൻ്റെ ആണ് തങ്ങളെ കൊണ്ടുപോയെന്നുള്ള കാര്യം അവർ മറന്നുപോയി. എന്നാലും അവർ പരാജയപ്പെട്ടപ്പോൾ അവിടെ കിടക്കുന്നത്, അവർ പരാജയപ്പെട്ടപ്പോൾ അവർ ദൈവത്തോട് പരാജയപ്പെട്ടപ്പോഴാണ് അവർ ദൈവമുമ്പാകെ നിലവിളിക്കുവാൻ തുടങ്ങിയത്. എന്നാൽ അതിന് മുന്നായി അവർ ദൈവസന്നിധിയിൽ ചെന്ന് ദൈവത്തോട്, കർത്താവേ ഞങ്ങൾക്ക് ഒരാലോചന തരണമേ, ഇനി ഹായ് പട്ടണം പിടിച്ചടക്കേണ്ടതായിട്ടുണ്ടല്ലോ എന്ന് ദൈവത്തോട് അവർ പറഞ്ഞായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അവരോട് പറഞ്ഞേനെ. ഞാൻ കുറിവാക്യത്തിൽ വായിച്ചതുപോലെ പറഞ്ഞേനെ. എന്തു പറഞ്ഞേനെ? നിങ്ങൾ ഹായ് പട്ടണം പിടിച്ചടക്കിയില്ല, കാരണം നിങ്ങളുടെ ഇടയിൽ ഒരു പാപമുണ്ട്. ആ പാപം നിങ്ങളെ ശാപത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അതുകൊണ്ട് ഹായ് പട്ടണക്കാരുടെ മുമ്പിൽ നിങ്ങൾ തോറ്റുപോകും എന്നുള്ള സത്യം ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തേനെ. എന്നാൽ അവരുടെ ദൈവസന്നിധിയിൽ അവർ കടന്നു ചെന്നില്ല. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ കടന്നു ചെല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ നാം സമയം ചിലവഴിക്കാത്തത് കൊണ്ട് നമ്മളിലുള്ള പാപങ്ങൾ, നമ്മളിലുള്ള അനുസരണക്കേട് എന്തെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ പോകുന്നു. എന്താണ് നമ്മളിലുള്ള കുറവ് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ വണ്ണം അതിനെ ദൈവം തന്നെ മറച്ചു വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. നമുക്ക് ഈ 7-ാം അധ്യായത്തിൻ്റെ എന്താണ് അവർ യെരിഹോ പട്ടണത്തിൽ നിന്ന് ജയിച്ച ഉടനെ അടുത്ത പടി അവരെന്താണ് ദൈവത്തോട് ആലോചന ചോദിക്കാതെ അവരെന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യം വായിക്കാം. യോശുവ യെരിഹോവിൽ നിന്ന് ബഥേലിന് കിഴക്ക് ബഥവാൻ്റെ സമീപത്തുള്ള ഹായിലേക്ക് ആളുകളെ അയച്ചു അവരോട്, നിങ്ങൾ ചെന്ന് ദേശം ഉറ്റുനോക്കുവീൻ എന്ന് പറഞ്ഞു. അവർ ചെന്ന് ഹായിയെ ഉറ്റുനോക്കി. യോശുവയുടെ അടുക്കൽ മടങ്ങി വന്ന് അവനോട്, ജനമെല്ലാം പോകണമെന്നില്ല, ഹായിയെ ജയിച്ചടക്കുവാൻ 2000-ഓ 3000-ഓ പോയാൽ മതി. സർവ്വജനത്തെയും അവിടേക്ക് അയച്ചു കഷ്ടപ്പെടുത്തേണ്ട, അവർ ആൾ ചുരുക്കമത്രേ എന്ന് പറഞ്ഞു. അങ്ങനെ ജനത്തിൽ ഏകദേശം 3000 പേർ അവിടേക്ക് പോയി. എന്നാൽ അവർ ഹായ് പട്ടണക്കാരുടെ മുമ്പിൽ നിന്ന് തോറ്റോടി. ഹായ് പട്ടണക്കാർ അവരെ 36ഓളം പേരെ കൊന്നു. ജനങ്ങളുടെ ഹൃദയമെല്ലാം ഉരുകി. അപ്പോൾ ഇവിടെ അവരുടെ സ്വന്തം ആലോചന പ്രകാരം ദേശത്ത് ഉറ്റുനോക്കുവാൻ യോശുവ ആളയച്ചു. അതൊക്കെ വേണ്ടിയ കാര്യമായിരുന്നു. എന്നാൽ അവരുടെ ഇഷ്ടപ്രകാരം അവർ യുദ്ധം ചെയ്യുവാൻ പോയപ്പോൾ അവർക്ക് തോൽവി സംഭവിച്ചു. അതുകൊണ്ട് ദൈവം പറയുന്നത് തോൽവി സംഭവിച്ചു. എന്തുകൊണ്ടാണ് തോൽവി സംഭവിച്ചതെന്ന് യഹോവയായ ദൈവം അതിനുശേഷം അവർ നിലവിളിക്കുമ്പോൾ അവിടെ പറയും, നിങ്ങളുടെ ഇടയിലൊരു ശാപമുണ്ട്. ആ ശാപം നിങ്ങളുടെ ഹൃദയം. ഒന്നാമത്തെ കാര്യം, എന്തുകൊണ്ട് അവരുടെ മുമ്പിൽ അവർ തോറ്റുപോയി? കാരണം അവരുടെ ഇടയിലൊരു പാപമുണ്ടായിരുന്നു, അവരുടെ ഇടയിലൊരു ശാപമുണ്ടായിരുന്നു. അതുകൊണ്ട് ശത്രുക്കളുടെ മുമ്പിൽ അവർക്ക് നിൽപ്പാൻ കഴിഞ്ഞില്ല. ഒന്നാമതായിട്ട്. രണ്ടാമതായിട്ട് നമ്മൾ വായിച്ച കുറുവാക്യത്തിൽ കിടക്കുന്നു, അവരുടെ ഇടയിൽ പാപവും ശാപവും ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം അവരെ വിട്ടുപോയെന്ന് കിടക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പാപമുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ശാപമുണ്ടെങ്കിൽ നമുക്ക് ശത്രുക്കളുടെ മുമ്പിൽ നിൽക്കുവാൻ കഴിയുകയില്ല. എന്നാൽ യഹോവയായ ദൈവം യോശുവയോട് പറഞ്ഞതാണ്, ഒരുത്തനും നിൻ്റെ മുമ്പിൽ നിൽക്കുകയില്ല എന്ന്. യോശുവയ്ക്ക് സംശയം വന്നുവാണ്, ദൈവമേ നീ അങ്ങനോട് പറഞ്ഞല്ലോ, ഒരുത്തനും എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കയില്ല എന്ന് പറഞ്ഞതായിരുന്നല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് യോശുവയ്ക്ക് സംശയം വന്നു കാണും. അവരെ കിടന്ന് നിലവിളിച്ചപ്പോൾ യഹോവയായ ദൈവം അവരുടെ പാപത്തെ അവിടുന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നു.
പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവസന്നിധിയിൽ നമുക്ക് ജയം കിട്ടുമ്പോൾ, നമുക്ക് വിടുതൽ കിട്ടുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ നന്ദി കരയേറ്റുവാൻ വേണ്ടി നമ്മൾ കടന്നു ചെല്ലണം. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പായി ദൈവത്തോട് നമ്മൾ ആലോചന ചോദിക്കുവാൻ ചെല്ലണം. ഇവിടെ നല്ലൊരു കമാൻഡർ ആയിരുന്നു യോശുവ. എങ്കിലും യോശുവയ്ക്ക് ഇവിടെ തോൽവി സംഭവിച്ചു. യഹോവയായ ദൈവം ആദ്യം യോശുവയെ ബലപ്പെടുത്തിയതെന്നും ഇവിടെ നമുക്ക് കാണുവാൻ ആ ബലം എല്ലാം യോശുവയുടെ ക്ഷയിച്ചു പോയി. ദൈവം എന്നോട് ചെയ്ത പ്രോമിസിന് എന്തു സംഭവിച്ചു എന്ന് യോശുവ ദൈവത്തെ അവിടെ സംശയിച്ചു കാണും. എന്നാൽ ദൈവവചനം പറയുന്നുണ്ട്, 127 സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവ വീട് പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതെ ഇരുന്നാൽ കാവൽക്കാർ വൃഥ ജാഗരിക്കുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പണിയോടുകൂടെ, നമ്മുടെ പ്രവർത്തനോടുകൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റെ അവസാനം അനുഗ്രഹവും അത് നമുക്ക് വിടുതലും സ്വസ്ഥതയും സമാധാനവും തരുന്നതായി തീരുകയുള്ളൂ. പ്രത്യേകിച്ചും ദൈവമക്കൾ. അത് ദാവീദ് തന്നെ പറയുന്നുണ്ട്, ദൈവമേ നീ എൻ്റെ ദൈവം, ഞാൻ അതികാലത്തെ നിന്നെ അന്വേഷിക്കുമെന്ന്. അതികാലത്തെ അന്വേഷിക്കുമെന്ന് പറഞ്ഞാൽ എന്താണ്? അതികാലത്തെ അന്വേഷിക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രവർത്തനങ്ങളുടെ എല്ലാത്തിൻ്റെ ആദ്യമേ തന്നെ കർത്താവേ ഞാൻ നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമെന്നാണ് അവിടെ ദാവീദ് പറയുന്നത്. നമ്മൾ അങ്ങനെയാണോ? നമ്മുടെ പ്രവർത്തനം എല്ലാം നമ്മൾ ഒരു പക്ഷേ ദൈവത്തോട് ആലോചന ചോദിച്ചില്ല എങ്കിലും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോയെന്ന് വരാം. എന്നാലും ദൈവത്തോട് ആലോചന ചോദിച്ച് നാം ചെയ്യുമ്പോൾ ആ പ്രവർത്തനത്തിൽ പ്രശ്നങ്ങൾ വരുത്തില്ല എന്നല്ല, പ്രശ്നങ്ങൾ വന്നാലും ആ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവം നമ്മളെ താങ്ങും. അതുതന്നെയല്ല, ദൈവത്തിൻ്റെ ആലോചനയാണെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള രീതിയിൽ പര്യവസാനിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുന്നവരായിരിക്കണം. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് നമ്മൾ സെൻസിറ്റീവായിരിക്കണം. ദൈവ ശബ്ദത്തെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമ്മൾ സെൻസിറ്റീവായിരിക്കണം. ആ മനസ്സിലാക്കിയ ആ ദൈവത്തിൻ്റെ ആലോചനകളെ നമ്മൾ റിസീവ് ചെയ്യണം, നമ്മൾ റിസെപ്റ്റീവായിരിക്കണം. ദൈവത്തിൻ്റെ ആലോചന എങ്ങനെയാണ്? കർത്താവിൻ്റെ ആലോചന ദൈവസന്നിധിയിൽ കടന്നു ചെല്ലണം, പ്രാർത്ഥനയിൽ കൂടെ കടന്നു ചെല്ലണം, ദൈവവചന ധ്യാനത്തിൽ കൂടെ. ഹല്ലേലൂയ! ദൈവവചനത്തിൽ കൂടെ ദൈവം നമ്മളോട് ഇടപെടും. നമ്മളത് തന്നെയല്ല, വചനത്തേക്ക് നമ്മൾ അനുസരിക്കുന്നവരായി തീരുമ്പോൾ കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ വഴി നമ്മളെ അറിയിക്കുവാൻ കർത്താവിന് നമ്മളിൽ പ്രസാദം തോന്നും. സങ്കീർത്തനം 25-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അവിടെ പറയുന്നത്, ദൈവമേ യഹോവേ നിൻ്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിൻ്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ, നിൻ്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ, നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ എന്ന് അവിടെ പറയുകയാണ്. ഒരു പ്രാർത്ഥനയാണ്. അവിടെ പറയുന്നു, കർത്താവേ നിൻ്റെ വഴികളെ എനിക്കൊന്ന് കാണിച്ചു താ, നിൻ്റെ പാതകളെ എനിക്കൊന്ന് ഉപദേശിച്ചു താ, നിൻ്റെ വഴികളെ ഒന്ന് കാണിച്ചു താ, നിൻ്റെ പാതകളെ എനിക്കൊന്ന് ഉപദേശിച്ചു താ, നിൻ്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ ഒന്ന് പഠിപ്പിക്കുക, നിൻ്റെ സത്യത്തിൽ എന്നെ നടത്തി പഠിപ്പിക്കുക, കാരണം നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ. നല്ലൊരു പ്രാർത്ഥനയാണ്. നമ്മൾ ദിനംതോറും പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ വഴികളിൽ കൂടി തന്നെ നമ്മളെ ദൈവം കൊണ്ടുപോകും. ദൈവത്തിൻ്റെ വഴിയിൽ കൂടി നമ്മളെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ എത്തേണ്ട സ്ഥാനത്ത് ദൈവം തന്നെ നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കും. അപ്പോൾ രണ്ടാമതായിട്ട് അവർക്ക് വന്ന അവരുടെ കുറവെന്ന് പറഞ്ഞാലും ദൈവത്തോട് ആലോചന ചോദിച്ചില്ല. ദൈവസാന്നിധ്യത്തിൽ കഴിഞ്ഞ അവർക്ക് കിട്ടിയ വിക്ടറിയെ ഓർത്ത് അവർ ദൈവത്തോട് നന്ദി പറഞ്ഞില്ല. ദൈവസന്നിധിയിലോട്ട് അവർ കടന്നു പോയതായിട്ടേ ഇവിടെ കാണുന്നില്ല. മൂന്നാമതായിട്ട് അവരുടെ തോൽവിക്ക് കാരണമെന്ന് പറയുന്നത് അവരുടെ അനുസരണക്കേട്. ഈ യഹോവയായ ദൈവം എരിഹോ പട്ടണം പിടിക്കുന്നതിൻ്റെ സ്ട്രാറ്റജിയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരോട് യഹോവയായ ദൈവം ഒരു കാര്യം പറഞ്ഞു, ഈ എരിഹോ പട്ടണം നിങ്ങൾ പിടിക്കുമ്പോൾ ആ പട്ടണത്തിൽ ഉള്ളതൊന്നും നിങ്ങൾ എടുക്കരുത്, ആ പട്ടണത്തിലുള്ള നിങ്ങൾ കൊള്ളയായി കിട്ടുന്നതെല്ലാം ശപഥാർപ്പിതമാണ്, അത് യഹോവയ്ക്ക് വിശുദ്ധമായിട്ട് അത് എണ്ണണം, അവിടുത്തെ പൊന്നോ വെള്ളിയോ യാതൊന്നും നിങ്ങൾ എടുക്കരുത്, അത് നിങ്ങൾ എടുത്താൽ നിങ്ങൾക്കത് പാപവും ശാപവുമായി തീരും,
ശാപമായി തീരുമെന്ന്. അങ്ങനെ ശാപമായി തീരുമ്പോൾ എൻ്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഇരിക്കുകയില്ല എന്ന് വ്യക്തമായിട്ട് ദൈവം അവർക്ക് പറഞ്ഞു കൊടുത്തതായിരുന്നു. അത് നമുക്ക് യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ കാണാൻ കഴിയും. യഹോവ പട്ടണം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഈ പട്ടണവും അതിലുള്ളതൊക്കെയും യഹോവയ്ക്ക് ശപഥാർപ്പിതമായിരിക്കുന്നു. പിന്നെ പറയുന്നത്, നിങ്ങളുടെ ശപഥം എന്നാൽ നിങ്ങൾ ശപഥം ചെയ്തിരിക്കെ ശപഥാർത്ഥത്തിൽ വല്ലതും എടുത്തിട്ട് ഇസ്രായേൽ പാളത്തിന് ശാപവും അനർത്ഥവും വരുത്താതെ ഇരിക്കേണ്ടതിന് ശപഥാർപ്പിതമായ വസ്തുവൊന്നും തൊടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. വെള്ളിയും പൊന്നും ഒക്കെയും ചെമ്പും ഇരുമ്പും കൊണ്ടുള്ള പാത്രങ്ങളും യഹോവയ്ക്ക് വിശുദ്ധം, അവ യഹോവയുടെ ഭണ്ഡാരത്തിൽ ചേരണം എന്ന് പറഞ്ഞു. ദൈവം അവർക്ക് കൽപ്പന കൊടുത്തിരുന്നു, ആ ദേശത്തെ നിങ്ങൾ ജയിക്കുവാൻ ഞാൻ നിങ്ങളെ സഹായിക്കുകയും, എന്നാൽ ആ ദേശത്തെ നിങ്ങൾ തോൽപ്പിക്കുമ്പോൾ അവിടുത്തെ യാതൊരു വകയും നിങ്ങൾ എടുക്കരുത്, അത് യഹോവയ്ക്ക് ശപഥാർപ്പിതമെന്ന് പറഞ്ഞപ്പോൾ ഒരാളത് അനുസരിച്ചില്ല. ഒരാളത് അനുസരിക്കാതെ ദൈവ കൽപ്പനയെ ലംഘിച്ചതുകൊണ്ട് ദൈവം പറഞ്ഞതുപോലെ ശാപം അവരുടെ മധ്യേ അയച്ചു. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കളൊക്കെ ഹായ് പട്ടണത്തിൽ അവർക്ക് ജയിക്കുവാൻ കഴിയാതിരുന്നത്. അവർ ദൈവസന്നിധി തോറ്റപ്പോൾ യോശുവ നിലത്ത് കിടന്ന് നിലവിളിച്ചപ്പോൾ യഹോവയായ ദൈവം പറയുന്നതാണ് നാം ഇന്ന് കുറിവാക്യമായിട്ട് വായിച്ചത്. നീ എന്തിനിങ്ങനെ കിടന്ന് നിലവിളിക്കുന്നു? നിങ്ങളുടെ മധ്യേ ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. അവിടെ പറയുന്ന ഒരു വ്യക്തിയാണ് പാപം ചെയ്തത്, എന്നാൽ പറയുന്ന ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. കാരണം നമുക്കറിയാം, നമ്മുടെ കൂട്ടായ്മയുടെ തന്നെ ഐക്യതയും സമാധാനവും ഐക്യതയൊക്കെയാണ് നമ്മുടെ കൂട്ടായ്മകളെയൊക്കെ സമാധാനവും ഐക്യതയൊക്കെയാണ് നമ്മുടെ കൂട്ടായ്മകളെയും അതുപോലെ നമ്മുടെ ഭവനത്തെയൊക്കെ സന്തോഷത്തോടും സമാധാനത്തോടും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ യഹോവയെ ദൈവം പറയുന്നത്, ആ ശാപം അവിടുന്ന് മാറ്റിയെങ്കിൽ മാത്രമേ നിങ്ങൾക്കിനി ശത്രുക്കളുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുകയുള്ളൂ എന്ന്. അപ്പോൾ എന്തെല്ലാം സംഭവിച്ചു? ആൾക്കാരവിടെ കൊല്ലപ്പെട്ടു, ജനങ്ങൾ ഭയമുള്ളവരായിത്തീർന്നു, ജനങ്ങളുടെ ധൈര്യം നശിച്ചുപോയി. ജനങ്ങൾ യഹോവയെ ദൈവത്തെ ചോദ്യം ചെയ്ത് കാണും. യോശുവയുടെ ഉള്ളിൽ സംശയം ജനിച്ചു. യോശുവയും ദൈവത്തെ അവിടെ ചോദ്യം ചെയ്തിരിക്കാം. ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഈ അനുസരണക്കേട് മൂലമുണ്ടായി. എന്നാൽ ദൈവത്തിൻ്റെ വചനപ്രകാരം ആ ശാപത്തെ അവരോടൊന്ന് മാറ്റി. ആ പാപം ചെയ്ത ആ കൽപ്പന ലംഘിച്ച ആഖാനെ അവിടെ നിയമപ്രകാരം അവർ കല്ലെറിഞ്ഞ് അവിടെ കൊന്നു. അപ്പോൾ അവരുടെ ശാപം, അവരുടെ പാളയത്തിൽ നിന്ന്, ഇസ്രായേൽ സഭയിൽ നിന്ന് അവരുടെ ശാപം അവിടെ മാറി. പിന്നെ എന്താണ് സംഭവിച്ചത്? നമ്മുടെ ദൈവം കരുണയും കൃപയും മനസ്സലിയുള്ള ദൈവമാണ്. 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അനന്തരം യഹോവ യോശുവയോടെ അരുളി ചെയ്തത്, ഭയപ്പെടരുത്, വിഷാദിക്കുകയും അരുത്. പടജനത്തെയും കൂട്ടി പുറപ്പെട്ട് ഹായിലേക്ക് ചെല്ലുക. ഞാൻ ഹായി രാജാവിനെയും അവൻ്റെ ജനത്തെയും പട്ടണത്തെയും ദേശത്തെയും നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. എരിഹോവിനോടും അതിൻ്റെ രാജാവിനോടും ചെയ്തതുപോലെ നീ ഹായിയോടും അതിൻ്റെ രാജാവിനോടും ചെയ്യണം. എന്നാൽ അതിലെ കൊള്ളയൊക്കെയും കന്യാലികളെയും നിങ്ങൾക്ക് എടുത്തുകൊള്ളാമെന്ന് പറഞ്ഞു. ദൈവം എന്ത് കരുണയുള്ളവനാ! യഹോവയായ ദൈവം എരിഹോ പട്ടണത്തെ കാര്യങ്ങളെ എടുക്കരുതെന്ന് പറഞ്ഞെങ്കിൽ ഇവരവരുടെ പാപത്തെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധി നിരത്ത് പ്രാപിച്ചപ്പോൾ ദൈവം അവരെ ധൈര്യപ്പെടുത്തുന്നു, അവരെ ബലപ്പെടുത്തുന്നു. അടുത്ത ഹായ് പട്ടണം പിടിക്കാനുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ദൈവവചനം പറയുന്നുണ്ട് 103-ാം സങ്കീർത്തനം 8-9 വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, മനസ്സലിവും ദീർഘക്ഷമയും മഹാദയവുള്ളവനാകുന്നു. അവൻ എന്നേക്കും കോപം സംഗ്രഹിക്കുന്നില്ല, അവനെപ്പോഴും ഭർസിക്കയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കയില്ല എന്ന് പറയുന്നു. ദൈവത്തിന് അവരോട് കരുണ തോന്നി. അവർ പാപമേറ്റു പറഞ്ഞപ്പോൾ കരുണ തോന്നി. അവരോട് പറഞ്ഞു, ഇനി ഈ ഹായ് പട്ടണത്തിലെ എല്ലാം നിങ്ങൾക്കെടുക്കാം, പൊന്നും വെള്ളിയും എല്ലാം. ആ പട്ടണത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം, ആ പട്ടണം നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു, എല്ലാം നിങ്ങൾക്ക് എടുക്കാമെന്ന് പറയുന്നു. അതുതന്നെയെല്ലാം അവരുടെ അനുഗ്രഹം അവർ നഷ്ടപ്പെടുത്തിയത് കൊണ്ട്
അതിനെ അവർക്ക് വലിയ വില കൊടുക്കേണ്ടതായിട്ട് വന്നു. അവർ 2000-ഓ 3000-ഓ പേര് പോയാണ് ആ യുദ്ധത്തിന് അവരയച്ചത്. എന്നാൽ ദൈവം അവിടെ പറയുന്നു, ഇവിടെ 30,000 പേരെ യുദ്ധത്തിന് അയക്കുവാൻ പറയുന്നു. അതുതന്നെയല്ല, ഇവിടെ യുദ്ധം നടന്നത് രാത്രിയിലാണെന്ന് നമുക്കവിടെ മനസ്സിലാക്കുവാൻ കഴിയും. എന്തുകൊണ്ടാണ്? അവർക്കൊരു വലിയ വില കൊടുക്കേണ്ടി വന്നു. രാത്രിയിൽ അവർ യുദ്ധം നടത്തി. എന്നാൽ ആ യുദ്ധത്തിൽ അവർ ഹായ് പട്ടണക്കാരെ തോൽപ്പിച്ചു, അവർ ജയിച്ചു. ഏതാണ്ട് 30,000 പേര് ഹായ് പട്ടണത്തിലെ അവിടെ കൊല ചെയ്യപ്പെട്ടു. ദൈവം ഇവരോട് കൂടെ ഇരുന്ന യുദ്ധം ദൈവം തന്നെ അവർക്ക് നടത്തിക്കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചില കുറവുകൾ, നമ്മുടെ ചില അനുസരണക്കേടാണ് നമ്മളെ വർഷങ്ങളോളം പാപത്തിലും നമ്മളെ ശാപത്തിൽ നിന്ന് ശത്രുവിന് നമ്മുടെ മേൽ ജയം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ശത്രുവിൻ്റെ മുമ്പിൽ നമുക്ക് നിൽക്കാൻ കഴിയാതെ വരുന്നത്. എന്നാൽ ആ പാപം എന്തെന്ന് മനസ്സിലാക്കി ആ പാപത്തെ നമ്മൾ മാറ്റുമ്പോൾ, ഹല്ലേലൂയ, നമ്മളെ തിരികെ അവങ്കിലേക്ക് ചേർക്കുവാൻ, ആ നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങൾ എന്താണ് നമ്മൾ നഷ്ടപ്പെടുത്തിയത്, നമ്മുടെ പരാജയങ്ങളെ മാറ്റി നമ്മളെ വിജയത്തിലേക്ക് കൊണ്ടുവരുവാനും നമ്മളെ നഷ്ടപ്പെട്ടതിനെ തിരികെ തരുവാനും കർത്താവ് നമ്മളെ നോക്കി പാർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരിലുള്ള സെൽഫ് കോൺഫിഡൻസ് നമുക്കും പലപ്പോഴും അങ്ങനെയാണല്ലോ. അതുതന്നെയല്ല ദൈവത്തോട് ആലോചന ചോദിക്കാഞ്ഞതുകൊണ്ട്, അതുകൊണ്ടല്ല ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചതുകൊണ്ട്, ഈ കാരണങ്ങൾ കൊണ്ട് അവരുടെ ജീവിതത്തിൽ തോൽവി നഷ്ടപ്പെട്ടു, അവരുടെ ജീവിതത്തിൽ പരാജയം വന്നു. എന്നാലും അവയെല്ലാം അവർ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? അവർക്ക് നഷ്ടപ്പെട്ടതിനെ ദൈവം അവർക്ക് കൊടുത്തു. അവർക്ക് പാപം ചെയ്തെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു എന്ന് പറയുന്ന പോലെ നഷ്ടപ്പെട്ടതിനെല്ലാം ദൈവം അവർക്ക് തിരികെ കൊടുത്തു. എന്നാൽ ഇതിൽ നിന്ന് നാം എന്താണ് പഠിക്കേണ്ടത്? നാം ഇതിനോടൊപ്പം തന്നെ യോശുവ എന്ത് ചെയ്തെന്നറിയാമോ? യോശുവ ഇനിയും തങ്ങൾക്ക് ഇങ്ങനെയുള്ള പരാജയങ്ങൾ വരാതിരിക്കുവാൻ വേണ്ടി യോശുവ ദൈവം പറഞ്ഞു കൊടുത്ത പ്രകാരം ചില ന്യായപ്രമാണത്തിൽ പറഞ്ഞ പ്രകാരം ചില കാര്യങ്ങൾ യോശുവ അവിടെ ചെയ്തു. നാമും അത് അവിടെ ചെയ്യും. നാം ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, ഇനിയും പറയുവാൻ പോകുന്ന കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തുമ്പോൾ, അതിനെ നമ്മുടെ ജീവിതത്തിൽ നാം ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ ജീവിതത്തെയും അനുഗ്രഹിക്കുവാൻ, വീണ്ടും പരാജയങ്ങൾ വരാതെ വണ്ണം നമ്മളെ സൂക്ഷിക്കുവാൻ കർത്താവിന് അതുമൂലം കഴിയും. ഒന്നാമതായി അവർ ചെയ്തത്, അത് നമുക്ക് 8-ാം അധ്യായത്തിൻ്റെ 30 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ അത് എഴുതിയിട്ടുണ്ട്. അവർ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആവർത്തന പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലുണ്ട്. അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു യാഗപീഠമുണ്ടാക്കണം. യാഗപീഠത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് നിങ്ങൾ ഹോമയാഗവും സമാധാനയാഗവും കഴിക്കണമെന്ന്. അതിനുശേഷം നിങ്ങൾ ആ യാഗപീഠത്തിൻ്റെ ദൈവം പറഞ്ഞ മാതൃകയിലെ യാഗപീഠം ഉണ്ടാക്കേണ്ടത്. ആ യാഗപീഠത്തിൻ്റെ കല്ലുകളിൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ എഴുതി വെച്ചിട്ട് നിങ്ങൾ പെട്ടകത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും നിന്നുകൊണ്ട് ആ പ്രമാണങ്ങൾ, ദൈവത്തിൻ്റെ വചനങ്ങളെ ജനങ്ങൾ മുഴുവനും വായിച്ച് ആമീൻ പറയണമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. അതിന് പ്രകാരം യോശുവ ഒരു യാഗപീഠം പണിതു. ആ യാഗപീഠത്തിൻ്റെ മുമ്പിൽ വന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ യാഗപീഠം എന്താണ്? നമുക്ക് ആ യാഗപീഠത്തിൻ്റെ മുമ്പിൽ ഒന്ന് വരാം. നമ്മുടെ യാഗപീഠം നമ്മുടെ കർത്താവായ യേശുവാണ്. നമ്മുടെ കർത്താവ് ഏത് പാപികളെയും തിരിച്ചു കൊണ്ടുവരുന്ന, ഏത് പാപികളെയും ദൈവമക്കളാക്കി തീർക്കുന്ന, ഏത് പിന്മാറ്റക്കാരെയും തിരിച്ചു കൊണ്ടുവരുന്ന ദൈവമക്കളാക്കി തീർക്കുന്ന, ഏത് പരാജയത്തിൽ കഴിയുന്നവരെയും നിരാശയിൽ കഴിയുന്നവരും പരാജയത്തിൽ കഴിയുന്നവരും തോൽവിയിൽ കഴിയുന്നവരും ഈ കർത്താവാകുന്ന യാഗപീഠമാകുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ നമ്മളെ ആശ്വസിപ്പിച്ചും വിടുവിക്കുന്നവനാണ് ദൈവം. പല പാപ സ്വഭാവങ്ങൾ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. 2 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, ഒരുവൻ ഏതിനോട് തോൽക്കുന്നുവോ അതിനെ അവൻ അടിമപ്പെട്ടിരിക്കുന്നുവെന്ന്. ഒരു പക്ഷേ നമ്മുടെ പാപ സ്വഭാവം നമുക്ക് നീക്കുവാൻ പറ്റത്തില്ലായിരിക്കാം. ഇവിടെ ആഖാൻ പാപം ചെയ്തു, ഇസ്രായേൽ അവർ പാപം ചെയ്ത് യോശുവ അറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല. എന്നാൽ യഹോവയായ ദൈവമാണ് അത് വെളിപ്പെടുത്തി കൊടുത്തത്. നമ്മൾ കർത്താവിൻ്റെ അവിടെ നമ്മളത് മനസ്സിലാക്കിയല്ലോ.
ആണെങ്കിലും അതുപോലെ ഈ യാഗപീഠമാകുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ കടന്നു വന്ന് ദൈവമേ ഇന്ന ഇന്ന പാപങ്ങൾ എനിക്കുണ്ട് എന്ന് പറഞ്ഞ് യാഗപീഠത്തിങ്കിൽ നമ്മളെ നമ്മൾ വരുമ്പോൾ നമ്മുടെ പാപത്തെ മാറ്റുവാൻ നമ്മുടെ കർത്താവ് നോക്കിയിരിക്കുകയാണ്. ദൈവവചനം പറയുന്നത് പ്രോവേർബ്സ് 28:13 വാക്യത്തിൽ പറയുന്നത്, തൻ്റെ ലംഘനങ്ങളെ മറക്കുന്നവന് ശുഭം വരികയില്ല, എന്നാൽ അവനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കുമെന്ന്. ഏറ്റവും അധികം പാപം ചെയ്ത ദാവീദ് പറയുന്നുണ്ട്, കർത്താവേ നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു എന്ന് പറഞ്ഞ് ദാവീദിനെ ദൈവം ഏത് മനുഷ്യനാക്കി തീർത്തു. നമുക്കതറിയാം. അപ്പോൾ പ്രിയപ്പെട്ട ഈ യാഗപീഠത്തിൽ യോശുവ അന്ന് യാഗപീഠം ഉണ്ടാക്കിയെങ്കിൽ ഇന്ന് നമുക്ക് യാഗപീഠമാവുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ, അനുതാപവാക്യത്തോടുകൂടി കടന്നു ചെല്ലുമ്പോൾ, കർത്താവെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് കടന്നു ചെല്ലുമ്പോൾ നമ്മെ ചികിത്സിച്ച് സൗഖ്യമാക്കുന്ന ഒരു ദൈവമാണ്. രണ്ടാമതായി യോശുവ ചെയ്തത്, അവിടെ ദൈവത്തിൻ്റെ വചനപ്രകാരം അങ്ങനെ എഴുതിയിട്ടുണ്ട്, ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു. ഹോമയാഗം ബേൺഡ് ഓഫറിങ്, തങ്ങളെ എല്ലാം ചാമ്പലായി പോകുന്ന യാഗമാണ്. എല്ലാം ചാമ്പലായി തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ഒരു യാഗം. നമ്മളെ തന്നെ ദൈവഭാഗം നമുക്ക് സമർപ്പിക്കാം. കർത്താവെ, ഇതുവരെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സമർപ്പണം ഉണ്ടായില്ല, എന്നാൽ ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി നീ എന്നോട് കാണിച്ച കരുണയ്ക്കും കൃപയ്ക്കുമായിട്ട് എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ഹോമയാഗം നമ്മളെ തന്നെ സമർപ്പിക്കാം. അതിനുശേഷം അവിടെ പറയുന്ന സമാധാനയാഗം, പീസ് ഓഫറിങ്. സമാധാനയാഗം കാണിക്കുന്നത്, പീസ് ഓഫറിങ് കാണിക്കുന്നത് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡിനെ ദൈവത്തോടെ പറയുക, നമ്മുടെ സ്തോത്രം ചെയ്ത് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡിനെ, നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്, നമ്മുടെ തീരുമാനങ്ങൾ ദൈവത്തോടെ പറയുക. ദൈവമായിട്ടുള്ള കൂട്ടായ്മ അത് കാണിക്കുന്നു. നമുക്ക് അപ്പോൾ ഈ രണ്ട് യാഗങ്ങളും, ബേൺഡ് ഓഫറിങ്, പീസ് ഓഫറിങ്, ഇത് രണ്ടും വോളണ്ടറി ആയിട്ട് നമ്മൾ സ്വമേധയാ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമുക്കും അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. മൂന്നാമതായിട്ട് അവർ പെട്ടകത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും നിന്നുകൊണ്ട് ആ കല്ലിൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ എഴുതി വെച്ച് വായിച്ച് എല്ലാ ജാബാലവൃദ്ധം ജനങ്ങൾ വായിച്ച് ആമീൻ പറഞ്ഞു. ദൈവത്തിൻ്റെ വചനങ്ങളാണ് നാം അനുകരിക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനങ്ങളെ നമ്മുടെ ഹൃദയത്തിലാക്കാം. ആ വചനങ്ങൾ ഞാൻ ആചരിക്കും. കർത്താവെ, അതിനുള്ള കൃപ എനിക്ക് തരണമേ, പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് ആ വചനം അനുസരിക്കുവാൻ അവർ തീരുമാനമെടുത്തതുപോലെ നമുക്കും ഒരു തീരുമാനമെടുത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് നമ്മളെ തന്നെ സമർപ്പിച്ച്, ഒരു വിശദീകരണത്തിന് വേണ്ടി നമ്മളെ സമർപ്പിച്ച് ദൈവമോടുള്ള കൂട്ടായ്മയിലായി ദൈവത്തിൻ്റെ വചനങ്ങളെ അനുസരിക്കുവാൻ നമുക്കൊരു തീരുമാനമെടുക്കാം. ഈ വചനത്തിൽ ജീവങ്കിലേക്കുള്ള വഴിയുമുണ്ട്, നാശത്തിലെങ്കിലേക്കുള്ള വഴിയുമുണ്ട്. ദൈവവചനം അവർ ശാപത്തിൻ്റെ വാക്കുകളും അനുഗ്രഹത്തിൻ്റെ വാക്കുകളും അവിടെ പറഞ്ഞെന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് തിരഞ്ഞെടുക്കുവാനുള്ള ഒരു ഫ്രീ വില്ല് കർത്താവ് തന്നിട്ട് നമ്മൾ ഏത് തിരഞ്ഞെടുക്കും? നമുക്ക് ദൈവസന്നിധി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാപ സ്വഭാവമുണ്ടെങ്കിൽ, നാം പാപത്തെ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, പാപത്തെ നാം മാറ്റാതിരിക്കുന്നുണ്ടെങ്കിൽ ശത്രുക്കളുടെ മുമ്പാകെ നമുക്ക് നിൽക്കുവാൻ പറ്റുകയില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളെ വിട്ടുപോകും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പള്ളിയിൽ പോകുന്നവരാണ്, നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. ശരി, എന്തുകൊണ്ട് ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഒരു മുന്നേറ്റമില്ല? എന്തുകൊണ്ടാണ് എനിക്ക് അടിക്കടി ഇങ്ങനെ പരാജയങ്ങൾ വരുന്നത്? എന്തുകൊണ്ടാണ് ദൈവമേ ഞാൻ ഈ വ്യവഹാരത്തിലൊക്കെ തോറ്റുപോകുന്നത്? എന്തുകൊണ്ടാണ് ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച വരാത്തതെന്നുള്ള ചിന്തകൾ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യുക. ദൈവത്തിന് മുമ്പിൽ എല്ലാം നഗ്നവും മലർന്നവുമായിരിക്കുന്നു. ആ ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ നമ്മൾ ശോധന ചെയ്യുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും. പരിശുദ്ധാത്മാവാം ദൈവം നമ്മളോട് സംസാരിക്കും. എന്തെങ്കിലും ദൈവത്തിന് ഹിതകരമല്ലാത്ത സ്വഭാവങ്ങൾ, പ്രവൃത്തികൾ, ദൈവത്തിൻ്റെ വചനത്തെ ലംഘിക്കുന്ന കാര്യങ്ങൾ ഭവനത്തിൽ, കൂട്ടായ്മയിൽ എവിടെയെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് അത് വെളിപ്പെടുത്തി തരുമ്പോൾ നമുക്ക് നാളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടതിനെ മാത്രമല്ല പുതിയതിനെയും തന്ന് അനുഗ്രഹിക്കാൻ മതിയായ ദൈവമാണ് നമ്മളോട് കൂടെയുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം.
കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങളെ തിരികെ തരുന്ന ദൈവമാണ്. അങ്ങനെ ഞങ്ങളെ കേൾപ്പിച്ച ആ വിലയേറിയ വചനത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും പാപങ്ങൾ ചെയ്തു പോകുന്നവരാണ്. എന്നാൽ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ഞങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക് കുറവ് എന്താണ് കർത്താവെ, ഞങ്ങൾക്ക് ഉയർച്ചയ്ക്ക് കുറവ് എന്താണ്, ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ പിറകിലുള്ളത് എന്താണ് ദൈവമേ എന്ന് ഞങ്ങൾ തിരുമുമ്പാകെ വന്ന് ചോദിക്കുമ്പോൾ ഹല്ലേലൂയ, അവയെ നീ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്ന ദൈവമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയല്ലോ. അങ്ങനെ ഞങ്ങൾക്ക് കുറവുകൾ വരുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് നിലവിളിച്ചുമ്പോൾ നീ കുറവുകളെ വെളിപ്പെടുത്തി തരുമ്പോൾ അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് ഒരു നിരപ്പ് പ്രാപിച്ചുകൊണ്ട് വീണ്ടും അനുഗ്രഹങ്ങളെ വായിക്കുന്നവരായി നേടുന്നവരായി ഹല്ലേലൂയ ഞങ്ങളെ അവിടെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം.